അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റ് പരീക്ഷയിലെ കാറ്റഗറി 3യിൽ വരുന്ന സൈക്കോളജി എന്ന വിഭാഗത്തിലെ യൂണിറ്റ് 1ലെ ഡെവലപ്മെൻ്റൽ തിയറീസിൽ ഉൾപ്പെടുന്ന തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന തിയറി കൊണ്ടുവന്നത് ജെറോം എസ് ബ്രൂണറാണ്. നമുക്ക് ആദ്യമായി തന്നെ ജെറോം എസ് ബ്രൂണറെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജെറോം സീമിയർ ബ്രൂണർ. ജെറോം സീമിയർ ബ്രൂണർ was an American psychologist who made significant contributions to human cognitive psychology and cognitive learning theory in educational psychology. കോഗ്നിറ്റീവ് സൈക്കോളജിയെക്കുറിച്ചും കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയെക്കുറിച്ചും കൂടുതലായി പഠനങ്ങൾ നടത്തിയത് ജെറോം എസ് ബ്രൂണറാണ്. Bruner was a senior research fellow at the New York University School of Law. He received a B.A. in 1937 from Duke University and Ph.D. from Harvard University in 1941. അദ്ദേഹം 1937 B.A. എന്ന ബിരുദം ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD എന്ന ബിരുദം 1941 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കിയിട്ടുണ്ട്. He taught and conducted research at Harvard University, the University of Oxford and New York University. A review of general psychology survey published in 2002 ranked Bruner as the 28th most cited psychologist of the 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റിൽ 28ാമത്തെ റാങ്കാണ് 2002 പബ്ലിഷ് ചെയ്തിട്ടുള്ള എ റിവ്യൂ ഓഫ് ജനറൽ സൈക്കോളജി എന്ന സർവേയിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജെറോം എസ് ബ്രൂണർ ഇദ്ദേഹമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയിലേക്ക് കടക്കാം. ബ്രൂണർ തിയറി. Bruner described the development and stage in terms of the nature of the experience used by an individual to form concept. ബ്രൂണറിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി അഥവാ ഒരു ഇൻഡിവിജ്വലിനെ ലഭിക്കുന്ന, അദ്ദേഹം നേടിയെടുക്കുന്ന എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. അക്കോർഡിംഗ് ടു ബ്രൂണർ, one's intellectual ability evolves as a result of maturation, training, and experience through a series of 3 sequential stages. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക കഴിവ് ഇവോൾവ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത് മെച്ചുറേഷൻ, ട്രെയിനിങ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്നിവയിലൂടെയാണ്. ഇത് പ്രധാനമായും 3 സീക്വൻഷ്യൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 3 സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തിലാണ് ഈ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് വരുന്നത്. അതിലെ ഏറ്റവും ആദ്യം ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജിൽ മോട്ടോ റെസ്പോൺസും ആക്ടിവിറ്റീസുമാണ് കൂടുതലായി കാണാനായി സാധിക്കുന്നത്. ഒരു കുട്ടി ആക്ഷനിലൂടെയും ആക്ടിവിറ്റിയിലൂടെയുമാണ് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചും അറിയുന്നത്. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവൻ പ്രധാനമായും ടച്ചിലൂടെയും ബൈറ്റിലൂടെയും ഒക്കെയാണ് എങ്ങനെയാണ് ആക്ഷൻസ് നടക്കുന്നതെന്നതിനെക്കുറിച്ച് തിരിച്ചറിവ് അവന് ലഭിക്കുന്നത്. അടുത്ത സ്റ്റേജാണ് ഐക്കോണിക് സ്റ്റേജ്, സെൻസറി ഇമേജസ് ഓർ മെൻ്റൽ പിക്ചർ. കുട്ടിക്ക് അവൻ്റെ മനസ്സിലുള്ള അറിവിലൂടെയും ചിത്രങ്ങൾ കണ്ടിട്ടുമാണ് വിഷ്വലൈസേഷൻ നടക്കുന്നത്. ഇതിലൂടെ
കുട്ടിക്ക് കൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നു എന്നതാണ് ഈ സ്റ്റേജിലെ പ്രധാനപ്പെട്ട മാറ്റം. ഇനാക്റ്റീവ് സ്റ്റേജിൽ കുട്ടി ആക്ഷനിലൂടെയും ആക്ടിവിറ്റിയിലൂടെയുമാണ് ലോകത്തെക്കുറിച്ച് അറിയുന്നത്. എന്നാൽ ഐക്കോണിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടിയിൽ അവൻ്റെ മനസ്സിൽ ചിത്രം പതിയുന്നു. മനസ്സിലുള്ള അറിവ് അവൻ നോക്കിക്കാണാൻ ഇമേജിലൂടെ നോക്കിക്കാണുന്നു. ഇതിലൂടെ കൺസെപ്റ്റ് ഫോർമേഷൻ അവനിലൂടെ സംജാതമാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മൂന്നാമത്തെ സ്റ്റേജ് സിംബോളിക് സ്റ്റേജ്. അബ്സ്ട്രാക്ട് സിംബൽസ് ഓർ ഫോംസ് ഓഫ് വേർഡ്സ്. വാക്കുകളും സിംബൽസുമെല്ലാം ഇവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിലൂടെ അവന് കൺസെപ്റ്റ് ഫോർമേഷൻ കുറച്ചുകൂടി എളുപ്പമാകുന്നു. ഇവയാണ് 3 പ്രധാനപ്പെട്ട സ്റ്റേജസ്. ഒന്നുകൂടെ പറയാം: ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഒന്നുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രൈമറി സ്കൂളുകളിൽ ലേണിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മോട്ടോർ റെസ്പോൺസിനാണ് കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യം ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നീട് അവന് ഇത്തിരി കൂടി വളരുമ്പോൾ അവന് ഇമേജസ് കൊടുക്കുന്നു. ഇമേജസ് കൊടുക്കുമ്പോൾ അവന് കുറച്ചും കൂടി കൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നു. അതിനുശേഷം വേർഡ്സ്, സിംബൽസ് തുടങ്ങിയ രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യം ജെറോമസ് ബ്രൂണറുടെ ഏറ്റവും വലിയ സംഭാവനയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ളൊരു മെത്തേഡാണിത്. റിവിഷനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആക്ടിവിറ്റി, പിക്ചർ, ഇമേജ്, വേർഡ്സ് എന്നിവയിലൂടെ കുട്ടിയുടെ പഠനരീതി മുന്നോട്ട് പോകുന്നു. അവയുടെ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കുട്ടിക്ക് വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, children learn according to their mode of representation. So the teacher should select learning to be given to the children, keeping their stage of development in mind. ടീച്ചർ പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടിയുടെ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷനാണ്. കുട്ടിയുടെ പഠനരീതി എന്ന് പറയുന്നത് അവരുടെ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷന് അനുസരിച്ചായിരിക്കണം. അതാണ് അവരുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവയാണ് 2 പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. താങ്ക് യു എവ്രിവൺ.